അങ്ങനെ കളക്ടീവ്സിനും ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. എന്ത് തെളിഞ്ഞു എന്നായി പറയുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ അവര് തന്നെ പറയും. പലരും അതിനെ എതിർപ്പ് പറയുന്നത് എന്തുകൊണ്ടാണ്? മോഹൻലാൽ പറഞ്ഞല്ലോ ഓപ്പൺ ആയിട്ട്. മോഹൻലാലിനോട് ഇത് തന്നെയാണ് ചോദിച്ചത്, വേറെ ഒന്നും ചോദിച്ചില്ല. WCC ഫോം ചെയ്തിട്ട് വർഷം എത്രയായി? ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയത് സംഘടനാപരമായിട്ട്? അവർ രണ്ടുപേരും വിചാരിച്ചിരുന്നെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം കുറെ കൂടി ഭംഗിയായിട്ട് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ഞാൻ അവരവരുടെ സേഫ്റ്റി അവരവർ നോക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീ വിരുദ്ധ എന്ന് പറയും. രാധിക പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധതയല്ല. ഷൈൻ ടോം ചാക്കോ ഓരോ ചാനലിൽ ഇരുന്നിട്ട് എന്തൊക്കെ സ്ത്രീ വിരുദ്ധമാണ് അതൊക്കെ ആഘോഷിക്കുന്നു. കാരവാനിൽ ഇരുന്നു ഫേസ്ബുക്കിൽ കൂടി എല്ലാം ഒരു സംഘടന നടത്തേണ്ടതെന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെ ഇതുവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംവിധാനം. നിങ്ങളിപ്പോ സർക്കാരിന്റെ കാര്യമല്ലല്ലോ ചോദിച്ചത്. അല്ല, സർക്കാരിന്റെ WCCക്ക് വേണ്ടിയാണല്ലോ ഇപ്പോ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമല്ല. സർക്കാരിന്റെ കോൺക്ലേവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മി അടുത്തുള്ള ചോദ്യം. സർക്കാരിന്റെ കോൺക്ലേവ് എന്ന് പറയുന്നത് സർക്കാർ തീരുമാനിക്കും ഇതിൽ ആരിക്കണം എന്നുള്ളത്. ട്രോമ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ഏതാ വർഷം? 2024 ആണ്. പക്ഷെ ആ ട്രോമയിൽ നിന്ന് പുറത്ത് കടക്കാൻ പോലും മറ്റൊരാൾ വിചാരിച്ചാൽ സാധിക്കില്ല. അവനവൻ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. അമ്മയാണോ മലയാള സിനിമ ഭരിക്കുന്നത്? പല സംഘടനകളുണ്ട്. ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് വേണോ ഇനി അടുത്ത സ്ത്രീ വിരുദ്ധത കേൾക്കാൻ? ഇതിനൊന്ന് റൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറയില്ല, ഞാൻ ആ പരിപാടി നിർത്തി. ഭാഗ്യലക്ഷ്മിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹൈ. ഇപ്പോൾ സംസാരിച്ചിട്ട് നിൽക്കുന്നത് ഒരു സ്ത്രീ വിരോധിയായിട്ടാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിരന്തരം സംസാരിക്കുന്ന ഒരു ഭാഗ്യലക്ഷ്മി ഈ കോൺടെസ്റ്റിൽ പക്ഷേ സ്ത്രീ വിരോധിയായത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക നമ്മൾ? അല്ല, സ്ത്രീ പ്രതികരിക്കേണ്ട സമയത്ത് ശക്തമായി പ്രതികരിക്കണം. അല്ലാതെ വൈകി 2 വർഷം 3 വർഷം കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത് എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണെങ്കിൽ അത് ഞാനങ്ങ് സഹിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവിടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ട്രോമ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. പലർക്കും പലതാണ്. ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ബോൾഡായിട്ട് അല്ലെങ്കിൽ നിയമത്തിന് കാത്തു നിൽക്കാതെ നമ്മൾ പ്രതികരിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനൊക്കെ കുറച്ചുകൂടെ ഒരു ചങ്കുറപ്പൊക്കെ വേണം. സ്ത്രീകളെ സംബന്ധിച്ച് അത്തരം ഒരു ചങ്കുറപ്പില്ലെങ്കിൽ അതെ ആ സിറ്റുവേഷനിൽ അവർ പ്രതികരിക്കില്ല. അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്താൽ സംസാരിക്കാം? ഏതാ വർഷം? 2024 ആണ്. പക്ഷെ ട്രോമ അങ്ങനെ തന്നെയാണ്. നമ്മൾ എല്ലാ കാലവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആര് വരും എന്നാണ് വിചാരം നമ്മളെ രക്ഷിക്കാൻ? 2030 ആരെങ്കിലും വരുമോ? അതോ 2050 വരുമോ? എല്ലാ കാലവും നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഇന്നും അവനവനെ രക്ഷിക്കാൻ അവനവൻ തന്നെയുള്ളൂ. നമ്മുടെ പുരാണങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ചരിത്രത്തിലാണെങ്കിലും ഇവിടെ പോരാടിയ സ്ത്രീകളുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ പോരാടൂ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്നു ഭയമാണ് അല്ലെങ്കിൽ ട്രോമയാണ്, അതാണ് ഇതാണ്. എന്നിട്ട് അവസാനം ആരാണ് ഇത് അനുഭവിക്കുന്നത്? ഈ പറയുന്ന ഭയപ്പെടുത്തുന്ന സമൂഹമല്ല, അനുഭവിക്കുന്നത് പെണ്ണാണ്. അവളാണ് അനുഭവിക്കുന്നത്. അത് അനുഭവിക്കാതിരിക്കണമെങ്കിൽ ആ ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കണം. ട്രോമ എല്ലാവർക്കും, പക്ഷെ ആ ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോലും മറ്റൊരാൾ വിചാരിച്ചാൽ സാധിക്കില്ല. അവനവൻ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. അത് മാധ്യമങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ സമൂഹത്തെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ വിളിച്ച് പറയുകയല്ല വേണ്ടത്. അത് അവിടെ ചിലപ്പോൾ നമ്മൾ നാണം കെടും, നമ്മളെ പലരും പരിഹസിക്കും. എന്നാലും വേണ്ടില്ല, ഞാനൊരു നല്ല കാര്യം എനിക്ക് സംഭവിച്ചു, ഇനി മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ സധൈര്യം ആ നിമിഷം തന്നെ അതങ്ങനെ തന്നെ പോയില്ലെങ്കിൽ ഇതിവിടെ എന്നല്ല, സ്ത്രീ ജോലി ചെയ്യുന്ന ഏതൊരു തൊഴിലിടത്തെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പലപ്പോഴും പലയിടങ്ങളിലും ഞാനത് പറയാറുണ്ട്. ഇപ്പോൾ ഏതൊരു തൊഴിൽ, സിനിമയെന്നല്ല മറ്റേതൊരു തൊഴിലിടത്തിലും ഒരു പെണ്ണിന് പ്രശ്നം വരുമ്പോൾ പെണ്ണ് അവളോടൊപ്പം നിൽക്കുന്നില്ല. ആണുങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, പെണ്ണുങ്ങൾ നിൽക്കുന്നില്ല. പെണ്ണുങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെ നമുക്കിവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. 1982 ഞാൻ ഈ പറഞ്ഞ എനിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ അന്ന് എത്ര പുറകിലായിരുന്നു. പക്ഷെ അന്നും എനിക്കങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നിയത് ഈ ജോലി ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു ജോലി ചെയ്ത് ജീവിച്ചു കൊള്ളാം, അങ്ങനെ ഒരു ഇതെടുക്കാൻ പറ്റുമല്ലോ. പക്ഷെ ആ ഒരു സ്റ്റാൻഡിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഒരു തൊഴിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടി അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കും. ആ സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ ധൈര്യമില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ആരെങ്കിലും തരുന്നതാണോ? ആരും ഒന്നും ഇവിടെ തരണ്ട. ഇവിടെ എല്ലാം പോളിസി ചേഞ്ച് ആണ് വേണ്ടതെന്ന് WCC വാദിക്കുമ്പോൾ ആ ഒരു പോളിസി ചേഞ്ചിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഈ പോളിസി ചേഞ്ച് ഇവിടെ വരണമെങ്കിൽ ആരാണ് ഇതിനു വേണ്ടി ശ്രമിക്കേണ്ടത്? നമ്മൾ തന്നെയാണ്. ഈ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അത് ആരോ നമുക്ക് കൊണ്ട് തരണം എന്നല്ല വിചാരിക്കേണ്ടത്. നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാനാണ്. അത് ഏത് മേഖലയും ആയിക്കോട്ടെ, അല്ലേ? അപ്പം ആ ജോലി ചെയ്യുന്നിടത്ത് എനിക്ക് തടസ്സമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന കരച്ചിലും നിലവിളിയും ബഹളവും ഒന്നുമില്ലാതെ വളരെ ബുദ്ധിപൂർവ്വം അതിനെ ഡീൽ ചെയ്യാൻ പറ്റണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ അതിലൊന്നും കൂടി ചേർക്കാനുള്ളത്, ഇപ്പോൾ WCC ഒരു പോളിസി ചേഞ്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഒരു കമ്മിറ്റി നിയമിക്കുന്നത്. ആ കമ്മിറ്റി കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ഈ ഡിസ്കഷൻ പോലും ഉണ്ടായത്. ഇതൊരു മാറ്റത്തിൻ്റെ ഒരു കാര്യമാണ്, ഒരു മാറ്റം അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി വാദിക്കുന്നത് WCC ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ പല കാര്യത്തിലും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഒരു സംഘടനാ സംവിധാനം ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഈ സംഘടന ചെയ്യുന്നത്, WCC ചെയ്യുന്നത് ചില മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. കാരവാൻ സംഘടനയെന്നോ അല്ലെങ്കിൽ കാരവാനകത്ത് നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും ചില പോളിസി ചേഞ്ചസ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവർ ചെയ്യുന്നു എന്നാണ് WCC പറയുന്നത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പല പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടാവില്ല. അതിനൊരു സംഘടിത രൂപം ഉണ്ടാവില്ല. ഒരു പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ അല്ലാതെയും പോളിസി ചേഞ്ചസ് ചെയ്തുകൂടെ? അങ്ങനെയും നമുക്ക് പ്രവർത്തിച്ചുകൂടെ? നിങ്ങളോട് ആരാ പറഞ്ഞത് WCC ആണ് ഇത് ഇങ്ങനെ കൊണ്ടുവരാൻ? ഇവിടെ ഈ തീപ്പൊരി കത്തിച്ചത് ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? എവിടെ നടി ആക്രമിക്കപ്പെട്ടതും മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. അല്ലാതെ WCC ഉണ്ടാക്കിയതല്ല. ഈ WCC എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെയുള്ള എൻ്റയർ ഇൻഡസ്ട്രിയെ അവർ ശത്രുപക്ഷത്താണ് അവർ നിർത്തിവെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല ഇത് കൊണ്ടുപോകേണ്ടത്. ഇത് കാലാകാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു മേഖലയാണിത്. ഇത് ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല സംവിധായകരും ഒരുപാട് നല്ല നിർമ്മാതാക്കളും എല്ലാം കാലാകാലങ്ങളായിട്ട് ഇവിടെ ചരിത്രം സൃഷ്ടിച്ച ഒരു മേഖലയാണിത്. ആ മേഖലയിൽ കാലാകാലങ്ങളായിട്ട് ചില ശീലങ്ങളും ചില കീഴ്വഴക്കങ്ങളിൽ കൂടി പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും നിങ്ങളാരും വിചാരിക്കുന്ന മാതിരി ഇവിടെ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നോ ഇവിടെ എല്ലാവരും നല്ലവരാണെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. ഈ ഇടക്കാലത്ത് വന്ന ഒരു വ്യക്തിയുടെ വിഷയം തന്നെ ഒരാൾ വന്ന് പറയുകയാണ്, ആ നടിയോട് പറയുന്നു, ആ സംവിധായകൻ നിങ്ങളോട് അങ്ങോട്ട് കിടക്കമുറിയിൽ ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ നടി പറയുന്ന അയാൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ആരാണ് വൃത്തികെട്ടത്? ആ വന്ന് പറഞ്ഞ ആ സംവിധായകൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പം ഇത്തരം വൃത്തികെട്ട ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ആ ഒരാളുകളെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇനി ഞങ്ങൾ ഇത് എടുത്ത് ഭരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ആർക്കും ശത്രുവാക്കി നിർത്താൻ പറ്റില്ല. ഇതൊരു കൂട്ടായ തൊഴിൽ മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. ഇവിടെ സ്ത്രീകളും വേണം പുരുഷന്മാരും വേണം. ഇതിനിടയിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാവും. അവരെ കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് വെളിയിൽ കളയാനുള്ള ഒരു ശ്രമം, ആ ശ്രമം വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ അറ്റ് പ്രസൻ്റ് ഉള്ള എല്ലാ സംഘടനകളുമായി ഒരുമിച്ചിരുന്ന് ഒരു മീറ്റിംഗ് നടത്തണം. അത് പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ, ഇവിടെ ഏറ്റവും അധികം ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? ഈ പറയുന്ന സംഘടനകളല്ല, അമ്മയോ ഫെഫ്കയോ ഒന്നുമല്ല. അങ്ങനെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നവർ യഥാർത്ഥത്തിൽ ഫാൻസ് എന്ന് പറയുന്നവരും അതേപോലെ തന്നെ തിയേറ്റർ, ഇന്ന നടന് ഇത്രയേറെ, അയാളുടെ സിനിമ ഇങ്ങനെ ഓടും, അപ്പം അയാൾക്കാണ് വാല്യൂ, അയാളുടെ സിനിമയാണെങ്കിൽ ഞങ്ങൾ എടുത്തുകൊള്ളാം. പക്ഷെ അങ്ങനെ ഒരു മാർക്കറ്റ് സ്ത്രീക്കില്ല. അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ സൗഹൃദപരമായി ഗൗരവത്തോടുകൂടി ഇരുന്ന് ഒരു രാഷ്ട്രീയ ചർച്ചകൾ പോലും അങ്ങനെയല്ലേ, സർവകക്ഷി യോഗം, ഒരു ഇതിനകത്തൊരു വളരെ ഇതായിട്ടുള്ളൊരു നിർണായകമായ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ഒരുമിച്ചിരുന്ന എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? കോൺഗ്രസിൻ്റെ അഭിപ്രായം ചോദിക്കുന്നു, BJPയുടെ അഭിപ്രായം ചോദിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി കുറച്ചുകൂടി സൗഹൃദപരമായി കുറച്ചുകൂടി ഗൗരവത്തോടെ എല്ലാവരും വിളിച്ചിരുത്തി അങ്ങനെ ഒരു
ഇത് ചർച്ച ഇവിടെ നടക്കണമായിരുന്നു. അങ്ങനെ നടന്നിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് ഒരു ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കാൻ ക്ഷമിക്കുക. അമ്മയ്ക്കകത്ത് വന്നിട്ട് ഈ പ്രശ്നങ്ങൾ പറയുന്ന സമയത്താണ് കൂകി വിളി ഉണ്ടായതും പുറത്തിറങ്ങിയിട്ട് പല അംഗങ്ങളും രാജിവെച്ച് പോവുകയൊക്കെ ചെയ്തത്. WCC കുറച്ചുകൂടെ ഊർജിതമായി ഈ കാര്യത്തിൽ അവരുടെ രാജിയൊക്കെ രേഖപ്പെടുത്തുകയും ഫേസ്ബുക്കിൽ എഴുതുകയൊക്കെ ചെയ്തത് അമ്മയ്ക്കകത്ത് നടന്ന മീറ്റിങ്ങിനകത്തുള്ള സംസാരത്തിനെ തുടർന്ന് കൂകി വിളി നടത്തിയിരുന്നു. ആ ഒരു ചർച്ചയാണ് പിന്നീട് ഇത് വഴിതെറ്റി പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ഇപ്പോഴും സംസാരിക്കുന്ന സമയത്ത് WCCയിലെ പല അംഗങ്ങളും സംസാരിക്കുന്നത് അന്നത്തെ ആ പോയിന്റിൽ നിന്ന് അമ്മ ഇന്നത്തെ ഒരു പോയിന്റിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ചർച്ചകൾക്ക് അന്ന് നേതൃത്വം കൊടുത്തിരുന്നവർക്ക് ആ ചർച്ചകളെ അങ്ങനെ മുന്നോട്ട് നയിക്കാൻ പറ്റിയില്ല. അതിന്റെ ഒരു ഡ്രോബാക്കും കൂടെ അല്ലേ? അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? അമ്മയാണോ മലയാള സിനിമ ഭരിക്കുന്നത്? ആണോ? പല സംഘടനകളുണ്ട്. അമ്മ മാത്രമല്ല, ഇവിടെ പ്രൊഡ്യൂസേഴ്സ് സംഘടനയുണ്ട്, ടെക്നീഷ്യൻസിൻ്റെ സംഘടനയുണ്ട്. എല്ലാവരോടും സംസാരിക്കണമെന്നാണ്. അല്ലാതെ അമ്മയുടെ അവിടെ ഒരു 150 പേര് ഇരുന്നിട്ട് അവിടെ അവർ കുറേ പേര് എതിർപ്പ് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങ് ഇതിനെതിരായിട്ട് ഇറങ്ങാം, അങ്ങനെ അല്ല അത് വേണ്ടത്. ഇതിൽ വളരെ ഗൗരവമായിട്ട് സിനിമയെ നശിപ്പിക്കുന്നു എന്ന് കരുതുന്ന ഭയത്തോടുകൂടെ സങ്കടത്തോടെ കാണുന്ന വളരെ നന്മയുള്ള ആളുകളുണ്ട് ഇവിടെ. അവരെ ഇവർ കാണുന്നില്ല, അവരോട് ഇവർ സംസാരിക്കുന്നില്ല. ഇന്നലെ അവർ മറ്റൊരു അഭിമുഖത്തിൽ അവർ പറഞ്ഞത് എന്താണെന്ന്, ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് മുൻപ് ഞങ്ങൾ ഈ സംഘടനകളെയെല്ലാം അറിയിച്ചിരുന്നു, പക്ഷെ അവരാരും ഞങ്ങളോടൊപ്പം മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറായില്ല. ഞാനിതെല്ലാ സംഘടനകളോടും ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഒരു മെയില്, ഒരു കത്ത് ഒന്ന് അവരോട് കാണിക്കാൻ പറയും, ഒരു തെളിവിന് വേണ്ടി. അവരങ്ങനെ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായി വേണമല്ലോ ക്ഷണിക്കാൻ, അല്ലാതെ വെറുതെ നമ്മൾ ഫോണിൽ കൂടെ ക്ഷണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഔദ്യോഗികമായി ഈ പറയുന്ന സംഘടനകൾക്ക് അവർ ഒരു കത്തയച്ചു, ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ ഒരു തീരുമാനമെടുക്കുന്നു, ഇവിടെ ഒരു സ്ത്രീ സംഘടന. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, പക്ഷേ എന്നെ വിശ്വസിപ്പിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആ സംഘടനയുടെ ഭാഗവുമല്ല, എന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടും ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ അഭിപ്രായം പറയുമ്പോൾ ഞാൻ അതിലില്ലാത്തത് കൊണ്ട് എനിക്ക് ആ സംഘടനയോട് ശത്രുതയാണെന്ന് കരുതും. പക്ഷേ അല്ല, കാരണം ഞാൻ ഏകദേശം സിനിമയിൽ നിന്ന് റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂട്ടായ്മ ഇവിടെ ഉണ്ടാവുന്നത്. ആ കൂട്ടായ്മ വന്നപ്പോൾ ഏറ്റവും സന്തോഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം സ്ത്രീകൾക്ക് പോയി സംസാരിക്കാൻ ഒരു ഇടം ഉണ്ടാവുന്നുണ്ടല്ലോ. പക്ഷേ ആ ഒരു ആവേശം, ആ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരു ആവേശം പ്രവൃത്തിയിൽ അവർ കാണിക്കുന്നില്ല എന്ന സങ്കടം മാത്രമേ എനിക്ക് അന്നുമുള്ളൂ, ഇന്നുമുള്ളൂ. നിങ്ങൾ ആരും ചിന്തിക്കുന്ന മാതിരി ഞാൻ ഫെഫ്കയുടെ ഒരു ഭാരവാഹിയല്ല. ഞാൻ വെറും ഒരു കമ്മിറ്റി മെമ്പറാണ്. അതിന്റെ യാതൊരു ഭാരവാഹിത്വവും എനിക്കില്ല. പക്ഷേ അമ്മയിലെ മെമ്പറും അല്ല. ഇപ്പൊ വന്നിരിക്കുന്നത് ഫെഫ്കയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടോ ഇല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കുന്ന ഒരാളായിട്ടോ ആണ് ഭാഗ്യലക്ഷ്മിയെ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് പറ്റിയത് ഒരു സംഘടിത രൂപത്തിൽ ഒരു സംഘടനയായിട്ട് പരുവപ്പെട്ടു വരണം WCC എന്ന് കരുതിയിരുന്നു ഭാഗ്യലക്ഷ്മി. പക്ഷെ അതൊരു കളക്റ്റീവ് എന്നുള്ള രീതിയിൽ അങ്ങനെയായിരിക്കും പറയുന്നത്. ശരി, ഒരു കളക്റ്റീവ് എന്നുള്ള രീതിയിലാണ് അത് വന്നത്. അത് ആക്ഷേപിക്കുന്നത്. പക്ഷെ അങ്ങനെ കളക്റ്റീവ്സിലും ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഇപ്പൊ എന്താണ് ചെയ്തത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതൊരു അവരുടെ ഉള്ളിൽ തന്നെ അവര് തന്നെ പറയും. പലരും അതിനെ എതിർപ്പ് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കൂ, അതിന്റെ ഉള്ളിലുള്ളവർ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് പറയുന്നു. ഇവരുടെ ഇതിൽ റിപ്പോർട്ടിലുള്ളവ ആരുടെയൊക്കെ പേര് പറയും, അവർക്കെതിരെ നിയമ നടപടി വേണ്ട എന്ന് പറയുന്നു. ഓപ്പണായിട്ട് രേവതി പറഞ്ഞു, രഞ്ജിനി പറയുന്നു റിപ്പോർട്ട് പുറത്ത് വിടരുതെന്ന്. രേവതി പറയുന്നു നിയമ നടപടിയുടെ ആവശ്യമില്ല, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇത് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ അവരിൽ തന്നെ എത്ര പേര് ഇറങ്ങിപ്പോയി. എന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെ. അപ്പൊ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്ന ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ നിങ്ങൾ പറയുന്ന ആരാണ് ഈ അവര്? എത്ര ഇപ്പൊ പാർവതി ഇതിനകത്ത് അഭിപ്രായം പറയുന്ന സമയത്ത് പാർവതി പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ആൾക്കാരുടെ മുഖങ്ങൾ തേടി പോണ്ട, നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വരൂ, വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരൂ, നമുക്ക് അടുത്ത സ്റ്റെപ്പ്. ഏത് വിഷയത്തിന്റെ? അതായത് അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്, ഒരുപാടുണ്ട്. സെക്ഷൽ അബ്യൂസ് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പക്ഷേ ഹേമ കമ്മിറ്റിയിൽ അവർ ഒരു മെമ്പറിന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, ഒരു സ്ത്രീയോടും അവർ ചോദിച്ചിട്ടില്ല. ഞാൻ അവിടെ പോയിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗ് നടന്ന 3 ദിവസം 31-ാം തീയതി നടന്ന മീറ്റിംഗിൽ 92 സ്ത്രീകൾ പങ്കെടുത്തു. അതിൽ ഞാൻ പറഞ്ഞു, കൈ പൊക്കി എല്ലാവരും പറയണം ആരൊക്കെ ഹേമ കമ്മിറ്റി മുമ്പാകെ പോയി. 4 പേര് പോയി. ഞാൻ 18 പേരുടെ പേര് കൊടുത്തു.
അതിൽ ആ 18 പേരിൽ നിന്ന് 2 പേരെ വിളിച്ചു എന്ന് ഞാൻ ഇപ്പോൾ ഇന്നലെ മെനയാന്നാണ് ഞാൻ അറിയുന്നത്. അവിടെ നിന്ന് 3 പേര്, ഞാൻ ഉൾപ്പെടെ 4. പക്ഷെ 62 സ്ത്രീകൾ അവിടെ പോയിട്ടുണ്ട്. അതിൽ ഓക്കെ, WCCയിലുള്ള ഒരു 30 പേരെന്ന് വെച്ചോളൂ, അവർ നിർദ്ദേശിച്ച ഒരു 30 പേരെന്ന് വെച്ചു. പിന്നെ ആരെയൊക്കെയോ ഹെയർ ഡ്രസ്സേഴ്സ് അവരവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവരോട് ഞാൻ എല്ലാവരോടും ചോദിച്ചതാണ്, നിങ്ങളോട് എന്താണ് ചോദിച്ചത്? ലൈംഗിക ചൂഷണമുണ്ടോ? ലൈംഗിക ചൂഷണം മാത്രമല്ല നമുക്ക് സിനിമയ്ക്കുള്ളിൽ വേണ്ട കാര്യങ്ങൾ. ഈ പറഞ്ഞ് ഇപ്പോൾ രജനീഷ് പറഞ്ഞ് പാർവതി തിരുവോത്ത് പറയുന്ന മാതിരി അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ സുരക്ഷിതത്വം വരെ നമുക്കവിടെ ആവശ്യമുണ്ട്. പക്ഷേ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അവരതൊന്നും ആരോടും ചോദിച്ചില്ല. ചെന്നിരിക്കുന്നവരോടെല്ലാം ആദ്യം ചോദിക്കുന്നത് നമ്മളിപ്പോ കളക്ട് ചെയ്തത് ഫെഫ്ക മെമ്പേഴ്സിന്റെ വിവരങ്ങളല്ലേ? അല്ല, എല്ലാവരോടും ഇത് തന്നെയാണ്. ഞാൻ നിർമ്മാതാക്കൾ അവിടെ ചെന്നപ്പോൾ അവരോടും ചോദിച്ചു. അപ്പൊ അവരോടും ചോദിക്കുന്ന ഇതാണ്. മോഹൻലാൽ പറഞ്ഞല്ലോ ഓപ്പൺ ആയിട്ട്, മോഹൻലാൽ സ്റ്റേജിൽ മോഹൻലാലിനോട് ഇത് തന്നെയാണ് ചോദിച്ചത്, വേറെ ഒന്നും ചോദിച്ചില്ല. നിങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കുന്നത്? എന്താണ് അവർ സ്ത്രീകളുടെ ആവശ്യം എന്ന് ഇതൊന്നും അവർ ചോദിക്കുന്നില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി ഇതൊരു എന്നെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇത്രയും ധൈര്യം കാണിച്ച ഒരു സർക്കാരില്ല. കാരണം ഇത്രയും വലിയൊരു മേഖലയ്ക്കകത്ത് ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഈ കമ്മിറ്റി ഇതുപോലൊരു കമ്മിറ്റിയോ ഇതുപോലൊരു റിപ്പോർട്ടോ, അല്ലെങ്കിൽ റിപ്പോർട്ടെന്നല്ല ഇതുപോലൊരു റിയാക്ഷനോ, റിപ്പോർട്ട് കംപ്ലീറ്റ് അല്ല എന്ന് ഞാനിപ്പോഴും അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു റിയാക്ഷൻ, ഈ ഒരു എന്താ പറയുക, ഇതിനു വേണ്ടിയുള്ള ഒരു വിപ്ലവകരമായ ഒരു നടപടികൾ അല്ലെങ്കിൽ പലരുടെയും ഇടപെടലുകൾ ഇത് വേറെ ഒരു ഭാഷയിൽ നടക്കില്ല. ഈ മലയാള സിനിമയേക്കാൾ 100 ഇരട്ടി പ്രശ്നങ്ങളുണ്ട് മറ്റു ഭാഷാ സിനിമകളിൽ. പക്ഷേ എന്നിട്ടും നമ്മൾ ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് മാറ്റം വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന രജനീഷ് പറയുകയാണെങ്കിലും ഇനി മറ്റുള്ളവർ ആര് പറയുകയാണെങ്കിലും ഞാൻ എന്തുമാത്രം സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രം പറയാം. അതെനിക്ക് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അന്നും പത്രസമ്മേളനത്തും പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു ഊരും പേരും അഡ്രസ്സും അറിയാത്ത ഒരു പെണ്ണിന് വേണ്ടി ഞാൻ പത്രസമ്മേളനം നടത്തിയ ഒരാളാണ്. ആരാണെന്ന് പോലും അറിയില്ല. ആണല്ലോ. അപ്പം എനിക്കറിയാം ഞാൻ സ്ത്രീ വിരുദ്ധയാണോ ഇല്ലയോ എന്ന്. എനിക്ക് ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്ത്രീ കൂട്ടായ്മയല്ല, സ്ത്രീ സംഘടന ഇവിടെ ഉണ്ടാവണം. ശക്തമായൊരു സംഘടന ഉണ്ടാകണം. അത് അടിസ്ഥാന വർഗ തൊഴിലാളികൾ മുതൽ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റ്, ക്രൗഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. എത്ര പേർക്ക് അറിയും എന്നറിയില്ല. ഞങ്ങളുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ എത്ര പേരുണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? 280-ലധികം മെമ്പേഴ്സ് ഉണ്ട്. എത്ര പേർക്കറിയാം? അവർക്ക് സ്റ്റുഡിയോയിൽ അടിസ്ഥാനപരമായിട്ടുള്ള പല അസൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ഇടക്കാലത്താണ് അതെല്ലാം നമ്മൾ പരിഹരിച്ച് സ്റ്റുഡിയോയിൽ വൃത്തിയുള്ള ബാത്റൂം വേണം. അവർ വന്നു കഴിഞ്ഞാൽ അവരെ വൈകിട്ട് 6 മണിക്ക് മുമ്പ് അവരെ പറഞ്ഞു വിടണം. ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് ഇടപെടാൻ സാധിക്കണം. അങ്ങനെ സാധിക്കും. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ WCC ഫോം ചെയ്തിട്ട് വർഷം എത്രയായി? ഇപ്പോൾ എത്ര വർഷമായി? 2017 ഫോം ചെയ്തു. പോട്ടെ, 18 എന്ന് വെച്ചോളൂ. 18 ഫോം ചെയ്തു. ഇത്രയും വർഷമായിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയത് സംഘടനാപരമായിട്ട്? ഇന്നും ഇവിടെയുള്ള സ്ത്രീകൾക്ക് ഒരു പ്രശ്നം വന്നാൽ അവർക്ക് ആരെ സമീപിക്കണം എന്നറിയില്ല, ആരോടാണ് സംസാരിക്കേണ്ടതെന്നറിയില്ല. ആവശ്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ WCC ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ നമുക്കത് തൽക്കാലത്തേക്ക് അവിടെ നിർത്താം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കോർഡിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ WCC ചെയ്യാനുള്ളത് ചെയ്തു എന്ന് പറഞ്ഞങ്ങനെ ഇല്ല. അല്ല, അങ്ങനെയല്ല. അവർക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്തു. നമുക്ക് വിമർശനങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് ഇല്ല. അവർക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സിനിമയിലെ നായികമാരാണ്, അവർ മാർക്കറ്റുള്ള ആർട്ടിസ്റ്റുകളാണ്, അവർ ഇവിടെ കഴിവ് തെളിയിച്ചിട്ടുള്ള നല്ല സ്വാധീനമുള്ള സ്ത്രീകളാണ് ഈ WCC മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇതിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ഒരു തുമ്പേ അവർ പിടിച്ചിട്ടുള്ളൂ. അത് വർഷം ഇത്രയായിട്ടും. തീർച്ചയായിട്ടും ഇനിയും അവർക്ക് സമയമുണ്ട്. ഇവിടെ ഒരു വിപ്ലവം തന്നെ അവർ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ അതിൻ്റെ ഭാഗമായിരിക്കില്ലെങ്കിൽ കൂടി ഞാൻ അന്ന് അവരെ സപ്പോർട്ട് ചെയ്യും. ഉറപ്പായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും. അന്ന് അമ്മയെയും സപ്പോർട്ട് ചെയ്യില്ല, ഫെഫ്കയും സപ്പോർട്ട് ചെയ്യില്ല, ആരെയും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അവരുടെ പ്രവൃത്തി അടിസ്ഥാന വർഗ തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ആയിരിക്കണം.
അതിനു വേണ്ടിയായിരിക്കണം. അങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് WCCക്ക് അകത്ത് തന്നെ സംസാരം നടക്കുന്നുണ്ട്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഇതിന്റെ പ്രതികരണങ്ങൾ നടത്തിയിൽ ലാലേട്ടനാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിച്ചത്. പക്ഷേ ഈ സംസാരത്തിനകത്ത് വരുന്ന ക്ലാരിറ്റി ഇല്ലായ്മ, ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ളൊരു ധാരണയില്ലായ്മ, അത്രയും പവർ പൊസിഷനിൽ നിൽക്കുന്ന എന്ന് നമ്മൾ കരുതുന്ന ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ, ഇല്ലെങ്കിൽ ലാലേട്ടൻ തന്നെ അമ്മയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അതിന് സംഘടിത രൂപം വരും. കാരണം അതിന് ചുറ്റും ആൾക്കാർ വന്ന് കൂടും. അതാണ് ആ ഒരു പൊസിഷന്റെയും ആ സ്റ്റാർഡത്തിന്റെയും ഗുണമെന്ന് പറയുന്നത്. ആ ഗുണം വെച്ചിട്ട് രണ്ടുപേർക്കും പ്രതികരിക്കാവുന്ന സ്ഥലങ്ങളിൽ അത്ര നന്നായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം പൊതുസമൂഹത്തിനുണ്ട്. അതിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതിനോട് ഞാനും പൂർണ്ണമായും യോജിക്കുന്നു. അവർ വളരെ ശക്തമായിട്ട്, അതായത് അത്രയും സ്വാധീനമുള്ള ഈ മേഖലയെ ഭരിക്കുന്നവരാണ് എന്ന് തന്നെ ഞാൻ പറയും. അവർ വിചാരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങൾ വളരെ ഭംഗിയായിട്ട് അവർക്ക് തീർക്കാൻ സാധിക്കുമായിരുന്നു. അത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ച തന്നെയാണ്. ഇത് പലപ്പോഴും ഞാൻ പല വിഷയത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. അഭിപ്രായം, നമുക്ക് ഓരോരുത്തർക്കും സാമൂഹിക വിഷയത്തിൽ ഒരല്പം പ്രതിബദ്ധത വേണം എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പം ഞാനൊക്കെ ഓരോ ചർച്ചയിൽ പോയിരിക്കുമ്പോൾ പലരും ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഇവരെന്തിനാ, അതെന്താ ഈ സമൂഹത്തിൽ നടക്കുന്ന വിഷയത്തിൽ എനിക്ക് സംസാരിച്ചുകൂടാ, ഞാൻ സംസാരിക്കും എന്ന് ഞാൻ പറയുന്ന ഒരാളാണ്. പക്ഷേ അപ്പോൾ പോലും അവരാരും അഭിപ്രായം പറയാറില്ല. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിലാണ്. ഇപ്പോൾ നടിയുടെ വിഷയത്തിൽ പോലും അവരുടെ അന്ന് ഞാൻ അവർക്കെതിരെ നിന്ന ഒരാളാണ്. അതേ സംഘടനയ്ക്കെതിരെ ഞാൻ ചാനലുകളിൽ ഘോരഘോരം ഞാൻ സംസാരിച്ച ഒരാളാണ്. അവിടെ എന്തുകൊണ്ടാണ് അവിടെയും ഈ പറയുന്നത്, നിങ്ങളൊക്കെ അത് പറയുമായിരിക്കും, സ്ത്രീകളെല്ലാവരും മൗനമായിരുന്നു. അതിലുള്ള ഭൂരിഭാഗം സ്ത്രീകളും അവരുടെ ഭാഗത്ത് നിന്നാണ് അവർ സംസാരിച്ചതും നേരത്തെ പറഞ്ഞ മാതിരി പലതരത്തിലുള്ള കോലും ബഹളവും ഒക്കെ ഉണ്ടാക്കിയതും. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും വിചാരിച്ചിരുന്നെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം കുറെ കൂടി ഭംഗിയായിട്ട് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം അവരുടെ ശബ്ദത്തിന് കുറെ കൂടെ ജനശ്രദ്ധ കിട്ടും, കുറെ കൂടെ ഗൗരവം കിട്ടും. അവർ ശബ്ദിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ നിർമ്മാതാക്കളും തിയേറ്ററും അങ്ങനെയുള്ള പലർക്കും പല മാറ്റങ്ങളും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. അത് അവർ രണ്ടുപേരും സംസാരിക്കാതിരുന്നതിൽ എനിക്കും നല്ല പ്രതിഷേധം. ബാക്കിയുള്ളത് ഇപ്പോൾ ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് ആദ്യം വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഉണ്ടാക്കേണ്ട അഭിപ്രായ രൂപീകരണത്തെക്കുറിച്ച് ഇറക്കിയ കുറിപ്പിൽ പറയുന്ന വിഷയത്തിൽ ഒന്നെന്ന് പറയുന്നത്, ഇത് എത്ര പേരാണ് നമ്മുടെ സംഘടനയിൽ നിന്ന് ഹേമ കമ്മിറ്റിയിൽ പോയി സംസാരിച്ചത്, ഈ വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്യണം. ഈ വിവരങ്ങൾ കളക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു സംഘടന ഇതിനെക്കുറിച്ച് ആ സമയത്ത് സംസാരിക്കുമ്പോൾ, അതായത് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സംസാരിക്കുമ്പോൾ, ഇത് ആ ഡാറ്റ ഉപയോഗിക്കപ്പെടുന്നത് പിന്നീട് ഈ ഹേമ കമ്മിറ്റിയുടെ ആധികാരികതയോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ദൗർബല്യമോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹേമ കമ്മിറ്റിയുടെ ദൗർബല്യം ചൂണ്ടിക്കാണിക്കുകയാണോ അതേ ശരിക്കും ഈ വിക്ടിംസിനൊപ്പം നിൽക്കേണ്ട നിലപാടുകൾ എടുക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഡാറ്റയും കൂടെ കളക്ട് ചെയ്യുമ്പോൾ ഫോക്കസ് പോയിന്റ് നഷ്ടപ്പെടില്ലേ എന്നാണ്. അല്ല, ഫെഫ്ക വിക്ടിംസിൻ്റെ കൂടെ നിന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വിക്ടിംസിന് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അക്യൂസ്ഡിനെ സപ്പോർട്ട് ചെയ്തും ഒന്നും പറഞ്ഞിട്ടില്ല, നിശബ്ദമായിരുന്നു എന്നതാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന മാതിരി അതിൻ്റെ കമ്മിറ്റിയിൽ ഒരു മെമ്പറാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ മീറ്റിങ്ങിൽ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാൻ സാധിക്കും. ഞാൻ അതിൻ്റെ കമ്മിറ്റിയിലൊന്നും ഞാൻ അംഗമേ അല്ല. ഞാൻ ഇവിടെയുള്ള ഒരുപാട് മെമ്പേഴ്സിൽ ഒരാളായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ മുൻപായിരുന്നു, ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു, വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു, അതൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതിലൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്താണ് അതിനുശേഷം ഒരു ജനറൽ ബോഡിയോ അല്ലെങ്കിൽ ജനറൽ കൗൺസിലാണ് അവിടെ പൊതുവെ. ജനറൽ ബോഡി ഇമ്പോസിബിളാണ്. കാരണം 7000 തൊഴിലാളികളെയും കൂടെ നിർത്തി മാത്രമേ ഒരു ജനറൽ ബോഡി ഫെഫ്കയ്ക്ക് സംഘടിക്കാൻ പറ്റൂ. അത് ജനറൽ കൗൺസിലാണ്. അപ്പോൾ ജനറൽ കൗൺസിലിൽ ഞാൻ മെമ്പറല്ല. അതുകൊണ്ട് തന്നെ ജനറൽ കൗൺസിലിൽ എന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയില്ല. അതിൻ്റെ ഭാരവാഹികൾ പറയേണ്ട ഉത്തരമാണ്. പക്ഷേ അതിനോട് ഒപ്പം ചേർക്കേണ്ട ആഷിഖ് അബു പറഞ്ഞ കമൻറ്റും ഫെഫ്കയെ കുറിച്ച് കമൻറ്റും പറഞ്ഞു. ആഷിഖ് അബുവിനെതിരെ തിരിച്ചു പറഞ്ഞത് ഇയാൾ ഇന്ന ഗ്യാങ്ങുകളിലുള്ളതാണ്. എന്നിട്ട് ആഷിഖ് അബു അവസാനം പറഞ്ഞു, ഞാൻ ഒരു മട്ടാഞ്ചേരി ഗ്യാങ്ങിൽ നിന്നുള്ള ഒരാളല്ല, ഇല്ലെങ്കിൽ ഡ്രഗ് ഗ്യാങ്ങിൽ ഞങ്ങളെ പെടുത്തരുത് എന്നുള്ള അർത്ഥത്തിൽ റീമയും പിന്നീട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഡ്രഗ് മാഫിയയെക്കുറിച്ചോ ഇല്ലെങ്കിൽ ഡ്രഗിൻ്റെ ഒരു സ്വാധീനത്തെക്കുറിച്ചോ മലയാള സിനിമയെക്കുറിച്ച് കുറച്ച് കാലമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള വെറും ആക്ഷേപങ്ങളാണോ, ഏതെങ്കിലും ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷേപങ്ങളാണോ? ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ശരിക്കും, ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഇരുന്ന് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്.
ഭയങ്കരമായിട്ട് ഡ്രഗ്സ് ഇതിനുള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളത് നിർമ്മാതാക്കൾ പൊതുവേ ഒരു പരാതിയായി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അതിന് എതിരെ രംഗത്തിറങ്ങാത്തത് അവർക്ക് അവരുടെ സിനിമകൾ വിൽക്കണം, സിനിമ നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഒരു ഗൗരവമായിട്ട് പലപ്പോഴും പലരും എടുക്കാത്തതിൻ്റെ ഒരു ഭവിഷ്യത്ത് തന്നെയാണ്. അത് ഉണ്ട് എന്നുള്ളതിൽ 100% അത് ഉള്ള കാര്യം തന്നെയാണ്. അതില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഉള്ളിൽ നിൽക്കുന്നവർക്കാണ് ഇത് പറയാൻ കഴിയുക. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് അതെങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് പറയാവോ? നിർമ്മാതാക്കൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് അവർ പറയുന്നത്. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ, ചില ആർട്ടിസ്റ്റുകൾ, എല്ലാവരെയുമല്ല, ചില വിരലിലെണ്ണാവുന്ന ചില ആർട്ടിസ്റ്റുകൾ, അവർ ഈ പറയുന്ന അവരുടെ കാരവാനകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആകാശത്ത് മേഘക്കൂട്ടങ്ങളുടെ ഇടയിൽ പോയി ചെന്ന് വീണ പോലെ തോന്നാറുണ്ട്. അവരുടെ മുറികളിൽ ഇങ്ങനെയൊക്കെ പലതും ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകേണ്ട ഒരു ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനിത് കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ സാധാരണ നിർമ്മാതാക്കൾ, അതായത് വലിയ ഈ പറയുന്ന നിങ്ങളൊക്കെ പറയുന്ന പ്രമുഖർ, അങ്ങനത്തെ ആൾക്കാരല്ല, സാധാരണ ചില സിനിമകൾ ഇങ്ങനെ വർഷങ്ങളോളം നീണ്ടു പോകുന്നുണ്ട് പലരുടെയും. അപ്പോൾ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രേ എനിക്കറിയാവുള്ളൂ. ഇപ്പോൾ രാധിക മാം പറഞ്ഞ വെളിപ്പെടുത്തലിനെ എതിർത്ത് സംസാരിച്ചിരുന്നു. അവർ ആ സമയത്ത് പ്രതികരിക്കേണ്ടതിന് പകരം ഇപ്പോൾ പറയുന്നതിൽ കാര്യമില്ല, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആള് അങ്ങനെയാണോ പ്രതികരിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ പ്രതികരണത്തിന് ഓരോരോ സ്വഭാവങ്ങൾ ഇപ്പം വരുന്ന വെളിപ്പെടുത്തലുകളിൽ പലതും മെരിട്ട് നഷ്ടപ്പെടുത്തുന്ന വെളിപ്പെടുത്തൽ പോലും പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നുണ്ടാക്കുന്ന ഈ ഒരു ഡാമേജ് ഉണ്ട്. ഈ ഡാമേജ് എങ്ങനെ ശരിക്കും ഫോക്കസ് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്? ഈ ഡാമേജ് ഏറ്റവും അധികം ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ്. ഇത് വേറെ ആരെയും ഒന്നും ബാധിക്കുന്നില്ല. ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഏറ്റവും അധികം ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രതിവിധിക്ക് വേണ്ടിയാണ് ഞാൻ ആ സ്ത്രീകളുടെ കൂടെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നത്. അവരുടെ ഇടയിൽ ചില കുട്ടികൾ, ഞാൻ ആത്മഹത്യ ചെയ്താൽ എന്ത് ചെയ്യും മാഡം, എനിക്ക് എൻ്റെ നാട്ടിലുള്ളവർ ചോദിക്കുന്നു, നീ ഇങ്ങനെയാണോ എന്ന്. അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ, അതായത് അതിൻ്റെ ഫോക്കസ് മാറിപ്പോയി. എന്തിനാണ് ഹേമ കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയത്, എന്താണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അത് വിട്ടിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച് സിനിമാ മേഖലയെ മുഴുവനും അടച്ച് ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പം രാധിക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്നൊക്കെ പറയണം. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ട്രോമ വളരെ വലുതാണ്, അവർക്ക് അങ്ങനെ പറ്റില്ല, പറയാൻ പറ്റുന്നൊക്കെ, അതൊക്കെ വേണമെങ്കിൽ ഒരു പരിധി വരെ ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ രാധികയെ പോലെ ഒരാൾ, അവരൊന്നും അങ്ങനെ ഒരിക്കലും സംസാരിക്കരുത്. കാരണം അവർ എല്ലാ രീതിയിലും സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. പൊളിറ്റിക്കലായിട്ടാണെങ്കിലും സിനിമയിലാണെങ്കിലും ടെലിവിഷൻ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും വളരെയധികം സാമ്പത്തികമായിട്ടും അതെ, അങ്ങേയറ്റം ഇതിൽ നിൽക്കുന്ന ഒരാൾക്ക് പോലും അതിനെതിരെ റിയാക്ട് ചെയ്യാനുള്ളൊരു ശക്തി വരുന്നില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. ഒരു തമിഴ് ചാനൽ ഇൻ്റർവ്യൂവിൽ അവർ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞു. എനിക്ക് അതുകൂടി കേട്ടപ്പോൾ കുറേ കൂടി സങ്കടം തോന്നി. അവരോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനതിനെ റിപ്പോർട്ട് ചെയ്യണം, അതെൻ്റെ ജോലിയല്ലല്ലോ, അത് അവരവരുടെ സേഫ്റ്റി നോക്കിക്കോണം. ഇപ്പം ഞാൻ അവരവരുടെ സേഫ്റ്റി അവരവർ നോക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീ വിരുദ്ധ എന്ന് പറയും. രാധിക പറയുമ്പോൾ അത് സ്ത്രീ വിരുദ്ധതയല്ല. ഷൈൻ ടോം ചാക്കോ ഓരോ ചാനലിൽ ഇരുന്നിട്ട് എന്തൊക്കെ സ്ത്രീ വിരുദ്ധമാണ് അതൊക്കെ ആഘോഷിക്കുന്നു, അതൊക്കെ ആളുകൾ എടുത്ത് ആസ്വദിച്ച് ചിരിക്കുന്നു. അതിന് താഴെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരുന്നു. അലൻസിയർ എന്തെല്ലാം പറയുന്നു, അതിന് എല്ലാവരും നിശബ്ദത പാലിച്ചു, ഇൻക്ലൂഡിങ് WCC ഉൾപ്പെടെ എല്ലാവരും നിശബ്ദരായിരുന്നു. അന്നും ചാനലിൽ വന്നിരുന്ന് ഘോരഘോരം സംസാരിച്ചത് ഞാനായിരുന്നു. സിനിമ മേഖലയിൽ നിന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഇതിനുള്ളിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിയെ എന്തോ ഇത്രയും വൃത്തികെട്ട ഒരു മേഖലയായിട്ടാണ് തമിഴിലൊക്കെ ഓരോ യൂട്യൂബിൽ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ ഇരുന്ന് വളരെ പോപ്പുലറായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇരുന്ന് സംസാരിക്കുന്നത് മലയാള സിനിമയെക്കുറിച്ച്. അവർക്ക് എന്തറിയാം? അതേ ഇവിടെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഓടി വരികയാണ്, ഇത് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾക്ക് തമിഴ് റൈറ്റ്സ് തരൂ. അത് നല്ല സിനിമയാവുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്ന മലയാളിങ്ക എന്നെ എല്ലാം പൊമ്പളെങ്കള അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഈ ചെളിവാരി എറിയാൻ ഒരുപാട് പേർ കൂട്ടു നിന്നിട്ടുണ്ട്. കാരണം പല ഭാഷകളിൽ
പല സംസ്ഥാനങ്ങളിൽ ചെന്നിട്ട് ഇവർ ഓരോ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഇവർ പറയുന്നത് മുഴുവൻ ഈ ഇൻഡസ്ട്രിയിലെ ഏതോ ചിലർ ചെയ്യുന്ന തെറ്റുകൾ അവിടെ പർവ്വതീകരിച്ച് ഇങ്ങനെ കാണിച്ചിട്ട് എല്ലാവരുടെ മുമ്പിലും ഏറ്റവും വൃത്തികെട്ട ഒരു മേഖലയായിട്ടാണ് ഇതിനെ കാണിക്കുന്നത്. അതെല്ലാം ഈ ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാർത്തകളെ തടയാൻ പറ്റില്ല. പക്ഷേ ഈ ഞാൻ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്, വാർത്തകളല്ല പറയണത്. ഞാൻ ഒരു സ്ഥലത്ത് പോയി, ഇപ്പം ഞാൻ മദ്രാസിൽ പോയി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തമിഴ് ഇൻഡസ്ട്രിയെക്കുറിച്ച് മോശമായിട്ട് ഞാൻ സംസാരിക്കില്ല, ഞാൻ മലയാള ഇൻഡസ്ട്രിയെക്കുറിച്ച് മോശമായിട്ട് ഞാൻ സംസാരിക്കില്ല. ഞാൻ നിരന്തരം പറയുന്നത് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ട്, അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, ഇതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അല്ലാതെ അവിടെ അവർ ഇതിന് വിളിച്ചു, ഇത് വിളിച്ചു, അവർ പെൺകുട്ടി ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്. മറ്റൊരു ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരു ലേഡി തന്നെ പറഞ്ഞു, ഈ WCCയിലുള്ള അംഗം തന്നെയാണ് പറഞ്ഞത്, നടിക്ക് സംഭവിച്ച സമാനമായ ഒരു വിഷയം മറ്റൊരു നടിക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര വലിയൊരു ക്രൈമാണ്. അത് ആരാണ് ഒളിപ്പിച്ചു വെച്ചത്? പത്രസമ്മേളനത്തിൽ അവർ ചോദിച്ചു, നിങ്ങൾക്ക് സ്വമേധയാ ഇവരെ പിന്നെ ഹേമ കമ്മിറ്റി മുമ്പാകെ കൊണ്ടുപോയി കൂടായിരുന്നോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് സ്വമേധയാ ഇറങ്ങാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാവർക്കും സ്വമേധയാ അതിനു വേണ്ടി ഇറങ്ങാം, രാധികയ്ക്ക് ഇറങ്ങാം. നേരത്തെ പറഞ്ഞ ഏത് നടിക്കെതിരെയാണോ അത് നടന്നത്, ഞാൻ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു, പോലീസ് ഇത് അന്വേഷിക്കണം. അങ്ങനെ ഓരോരുത്തർക്കും ഈ ഇൻഡസ്ട്രിയിൽ ഒരു ഡ്യൂട്ടി ഉണ്ട്, അത് ചെയ്യണം. കാരണം ഇത് നമ്മുടെ തൊഴിൽ മേഖലയാണ്. ഈ തൊഴിൽ മേഖല നന്നാക്കുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ദൗത്യമോ പുരുഷന്മാരുടെ മാത്രം ദൗത്യമോ അല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അത് ഇനിയെങ്കിലും അത് ചെയ്യണം. പക്ഷേ ഈ WCC പോലും ഇതിനകത്ത് മുന്നിട്ടിറങ്ങിയപ്പോൾ കിട്ടിയത് പരിഹാസങ്ങളാണ്. ഇപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ പോലും ഇത് വളഞ്ഞു വരികയാണ്. അതായത് ഭാഗ്യലക്ഷ്മി കൂടെ അല്ല എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായി പോകുന്നത്. അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് സംസാരിച്ചത് എൻഡിലേക്ക് എത്തുക? ഇപ്പോൾ സർക്കാർ പറയുന്നത് ഒരു കോൺക്ലേവിലൂടെ നമുക്കിത് പരിഹരിക്കാമെന്നൊക്കെ ഉള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു. അത് ഒരു തരത്തിലും ആർക്കും സ്വീകാര്യമല്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ പൊതുസമൂഹം കൈകാര്യം ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമ്മളിത് കൈകാര്യം ചെയ്യാന്നുള്ളതിന് ഒരുപാട് സൊല്യൂഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതെല്ലാവരും കൂടെ സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ പോലും സംസാരിച്ചപ്പോൾ കിട്ടിയ ഇത്തരത്തിലുള്ള ട്രോളുകളിലൂടെയാണ് WCC ഈ തരത്തിൽ ഇത് കൈകാര്യം ചെയ്തത്. അപ്പോൾ WCCയെ ഗ്ലോറിഫൈ ചെയ്യാനല്ല ഞാൻ ചെയ്യുന്നത്, WCC ചെയ്ത കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസ്കഷൻ തുടങ്ങി വെക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയ്ക്ക് തന്നെ ഇങ്ങനെ നേരിടുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങനെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുക? സർക്കാർ ഇത് കോൺക്ലേവ് എന്നിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ആരാണ് ട്രോളുകൾ ഉണ്ടാക്കിയത്? സിനിമാ സംവിധായകർ. ഫെഫ്കയുടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നത്, ഉണ്ണികൃഷ്ണന്റെ കുറിപ്പിൽ, ഫേസ്ബുക്ക് കുറിപ്പിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാരവാനകത്തിരുന്ന് ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നവരാണ് എന്നാണ് അതിന്റെ സെന്റൻസ്. അത് ട്രോളല്ല, അതൊരാളുടെ അഭിപ്രായമാണത്. അതിപ്പോ എന്ത് ചെയ്യും? ട്രോളാക്കി ഇപ്പൊ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എന്തെല്ലാം വൃത്തികെട്ട ട്രോളാക്കി വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ അഭിപ്രായം തന്നെ ട്രോളാണ് എന്ന് വെച്ചാൽ കാരവാനിലിരുന്ന് നിങ്ങൾ ഇത് പറയുന്നു. അതെ, അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കാരവാനിലിരുന്നു ഫേസ്ബുക്കിൽ കൂടി എല്ലാ ഒരു സംഘടന നടത്തേണ്ടതെന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെ ഇതുവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംവിധാനം. ആ സംവിധാനമാണ് അത് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് വിസിബിൾ ആയിട്ട് മഞ്ജു വാര്യർ ഉണ്ടായിരുന്നില്ല. സംഘടനയുണ്ടെന്ന് തന്നെയാണ് സംഘടനാ ഭാരവാഹികൾ പറയുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ഇത് പുറത്തു വന്നു. അപ്പോൾ ആ പുറത്തു വന്ന സംഘടനയ്ക്ക് തന്നെ നേരിടേണ്ടി വരുന്ന ഇങ്ങനൊരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിനകത്ത് എന്താണ്, ഏത് രീതിയിൽ പോകണമെന്നാണ് ഈ കോൺക്ലേവ്? ഇപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആരാണ് ഇരകൾ? ആരാണ് വേട്ടക്കാർ? പോട്ടെ, ഇരകൾ സ്ത്രീകളാണ് ഇരകൾ, നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. വേട്ടക്കാരാരാണ്? അവരൊരു ലിസ്റ്റ് പറയണം, ഇന്ന ആൾക്കാർ ഈ കോൺക്ലേവിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാതെ അടച്ച് ആരും ഉണ്ടാവരുത്, നമ്മൾ സ്ത്രീകളും സർക്കാരും മാത്രം എന്ന് പറഞ്ഞൊരു കോൺക്ലേവ് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയെ മുമ്പോട്ട് നയിക്കാൻ പറ്റുമോ? പറ്റില്ല. അത്രേ ഉള്ളൂ. അതേ ഞാനും പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ആരൊക്കെ വേണ്ടെന്ന് നിങ്ങളൊരു ലിസ്റ്റ് കൊടുക്ക്. ഏതൊക്കെ പുരുഷന്മാരെ വേണം എന്ന് പറയുമ്പോൾ മുഖ്യധാരാ സിനിമയുടെ പല ആളുകളെയും കൂടി അതിൽ ഉൾപ്പെടുത്തണം. അല്ലാതെ അവർക്കിഷ്ടപ്പെട്ട, ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ ഈ പറയുന്ന പല ആളുകളും സ്ത്രീ വിരുദ്ധമായി സംസാരിച്ചപ്പോഴൊന്നും ഇവരാരും ഒന്നും പ്രതികരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് കൂടി പറയൂ.
അല്ല അത് ഇന്ന കാര്യത്തിൽ ഇന്ന ആൾക്കാർ പ്രതികരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ശരി. ഭാഗ്യലക്ഷ്മിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഭാഗ്യലക്ഷ്മി അതിങ്ങനെ അവരെന്തിനാണ് ഈ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു പിന്നെ കൂട്ടായ്മ ഉണ്ടാക്കിയത്? എന്തിനാണ്? സ്ത്രീകൾ ഒരുപാട് അപമാനം അനുഭവിക്കുന്നു, സ്ത്രീകളെ ഒരുപാട് മോശമായി ഇവിടെ ചിത്രീകരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു സിനിമയിൽ ആ നടിയുടെ പിന്നെ മമ്മൂട്ടിയെ നടിയുടെ പാൻറ്റിൽ പിടിച്ചു എന്ന് പറഞ്ഞാൽ അന്നൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് ആരായിരുന്നു? അവരുടെ ഒരു അംഗം തന്നെയാണ്. അതെല്ലാം ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു അവാർഡിൻ്റെ ശില്പം കാണുമ്പോൾ, ഒരു കേരള സംസ്ഥാന അവാർഡിൻ്റെ ശില്പം കാണുമ്പോൾ അത് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വികാരമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് സ്ത്രീകളെ തന്നെയാണ് ഈ പറയുന്നത്. അത് പ്രതികരിക്കേണ്ട കാര്യം. കാരണം ഇത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി, സ്ത്രീകൾ അപമാനപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന് പറയാൻ ഇത്രയും ഉന്നത ഇതിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ എല്ലാ രീതിയിലും കഴിവുകൾ തെളിയിച്ചിട്ടുള്ള അവർക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ഇതിപ്പോ ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒരു ഭരണഘടനാപരമായ സംവിധാനത്തിൽ നമുക്ക് ആരോപിക്കാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ഭരണഘടനാ സംവിധാനത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പൊ സർക്കാർ ബോഡി അല്ല ഇതൊരു പ്രൈവറ്റ് സംവിധാനം, ഇല്ലെങ്കിൽ ഒരു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഇങ്ങനെയാണ് അത് ഇങ്ങനെയാണ്. പക്ഷെ ഭാഗ്യലക്ഷ്മി ചോദ്യം ചെയ്യുമ്പോൾ ഇതൊന്നും ഇല്ല. ഭാഗ്യലക്ഷ്മിക്ക് ചോദ്യം ചെയ്യാൻ അത് ഭാഗ്യലക്ഷ്മിയുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ അവർ പ്രതികരിക്കട്ടെ, അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ അവർ പ്രതികരിക്കാതിരിക്കട്ടെ. അവരുടെ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കട്ടെ, അവരുടെ മിത്രങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതികരിക്കാതിരിക്കട്ടെ. അത് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകട്ടെ. അപ്പൊ ശരി, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ച് കോൺക്ലേവ് നടത്തട്ടെ. അല്ലല്ല, സെലക്റ്റീവായ പ്രതികരണങ്ങൾ നമ്മൾ പറയാം. പക്ഷെ സർക്കാരിന്റെ സംവിധാനം വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ്. അത് സർക്കാർ, നിങ്ങളിപ്പോ സർക്കാരിന്റെ കാര്യമല്ലല്ലോ ചോദിച്ചത്. അല്ല, സർക്കാരിന്റെ WCCക്ക് വേണ്ടിയാണല്ലോ ഇപ്പോ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമല്ല. സർക്കാരിന്റെ കോൺക്ലേവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മിയുടെ അടുത്തുള്ള ചോദ്യം. സർക്കാരിന്റെ കോൺക്ലേവ് എന്ന് പറയുന്നത് സർക്കാർ തീരുമാനിക്കും ഇതിൽ ആരിക്കണം എന്നുള്ളത്. അത് ഭാഗ്യലക്ഷ്മി പറഞ്ഞാലും സർക്കാർ സ്വീകരിക്കില്ല, WCC പറഞ്ഞാലും സ്വീകരിക്കില്ല, ഫെഫ്ക പറഞ്ഞാലും സ്വീകരിക്കില്ല, അമ്മ പറഞ്ഞാലും സ്വീകരിക്കും. സർക്കാർ തീരുമാനിക്കും ഇവിടെ ആരിക്കണം. അല്ല, പൊതു അഭിപ്രായം പറയുന്നതിൽ ഭാഗ്യലക്ഷ്മിയുടെ എന്നോട് ചോദിച്ചാൽ അപ്പം ഞാൻ പറയും, സർക്കാരിനോട് ഞാൻ പറയും. അല്ല, അപ്പം എന്താണ് അതിന്റെ ഒരു വിഷൻ എന്താണെന്നാണ് മനസ്സിൽ കിടക്കുന്നത്? എനിക്ക് എല്ലാ സംഘടനയിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകളെ, അത് WCCയുടെ ഈ പറയുന്ന അവിടെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീകളെയും അതേപോലെ മറ്റുള്ള സംഘടനയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് തന്നെ അതിനോടൊപ്പം തന്നെ നിയമപരമായി ഇതിനെക്കുറിച്ച് ഇതിലെന്തെല്ലാം രീതിയിൽ സിനിമയ്ക്ക് ഉള്ളിൽ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഇതൊരാളുടെ ഇഷ്ടമാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് ഒരാളെ ഒരു സിനിമയിൽ നിന്ന് ഇല്ലാതെയാക്കാൻ സാധിക്കും. ആ ഇല്ലാതെയാക്കാൻ ഇനി ഏത് കോടതി മുമ്പത് എനിക്ക് അവരുടെ അഭിനയം ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അവരുടെ ഡബ്ബിങ് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ഹെയർ ഡ്രസ്സിങ് രീതി ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് നിയമത്തിൽ ഒരുപാട് പഴുതുകളുണ്ട്, അതെല്ലാം കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു വളരെ കർക്കശമായ ഒരു എന്താ പറയുക, വളരെ നിയമം എന്ന് പോലുമല്ല, ചില കോൺട്രാക്റ്റുകൾ ഇവിടെ ഉണ്ടാക്കണം. എഗ്രിമെൻ്റ് നിർബന്ധമാക്കണം. ഓരോരുത്തർക്കും എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. അത് എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഭൂരിഭാഗം ആർട്ടിസ്റ്റുകൾ എന്താ പറയുന്നത്, ചിലപ്പോൾ 5 ദിവസം അഭിനയിച്ചിട്ട് എന്നെ വേണ്ടാന്ന് വെച്ചു, മറ്റൊരാളെ വെച്ചു, അത് എന്നോടിങ്ങനെ പറഞ്ഞു, ഞാൻ ഓന്ന് പറഞ്ഞത് കൊണ്ട് എന്നെ എന്നൊക്കെ ഉള്ള ആരോപണങ്ങളുണ്ട്. അതൊക്കെ രേഖകളാക്കണം. അവർ അഭിനയിച്ചതിൽ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പിഴവ്, എന്തുകൊണ്ടാണ് അവരെ മാറ്റിയത്, അവരെ എഡിറ്റിങ് അല്ലെങ്കിൽ അവരെ ഫോട്ടോഗ്രാഫി. ആണുങ്ങൾക്കും ഒക്കെ ഇത് ഉണ്ടാകുന്നുണ്ട്, ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നും അല്ല. ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാം ഒരു എഗ്രിമെൻറ്റിൽ കൂടി ഒരു കോൺക്ലേവ് എന്ന് പറയുമ്പോൾ അതിൽ പോലീസ് ഓഫീസേഴ്സ്, നിയമവിദഗ്ധർ, സിനിമയിലുള്ളവർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്. അതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ ചാൻസ് ചോദിക്കുമ്പോഴാണ് ഈ പലപ്പോഴും ഇവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ചാൻസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് സമ്മതിക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു സംവിധാനം, എന്ത് സംവിധാനം പറയണമെന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ക്രിയേറ്റിവിറ്റിയാണത്. ഇതിനകത്ത് പല സ്ഥലത്തും നമുക്കൊക്കെ അഭിപ്രായം പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ സംവിധായകന് തീരുമാനിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനിയാണോ തീരുമാനിക്കേണ്ടത്. പണ്ടത്തെ പോലെ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ കമ്പനികൾ ഇടപെടുന്ന ഒരു സ്പേസ് ആയിരുന്നു കുറച്ചുകൂടെ മുമ്പ് മലയാള സിനിമയിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ സംവിധായകർ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്.
അതിനനുസരിച്ച് അത് മുന്നോട്ട് പോകും. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതൊരു ഒഫീഷ്യൽ സംവിധാനത്തിലേക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചിട്ട് നമുക്ക് എങ്ങനെ വരാൻ പറ്റും? അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുമോ? ആപ്ലിക്കേഷൻസ് അയക്കുക എന്നുള്ളതല്ല. അപ്പോൾ സ്വാഭാവികമായും ഇവർ പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് വഴിയാണ് ഇത് കൊണ്ടുവരുന്നത്. ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വഴി ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്ന ഏർപ്പാട് ഇല്ലാതെയാക്കുക. കാരണം ഏറ്റവും അധികം ആരോപണം നേരിടുന്ന പ്രൊഡക്ഷനിലുള്ള ആൾക്കാരെ ചൊല്ലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്യോഗം എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരിക, അതിന് ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കണം. കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പം നമ്മളെ ഫോറിനിലൊക്കെ അങ്ങനെയുണ്ട്, ഒരുപാട് ഉണ്ട്. അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എപ്പോഴും ഒരു സ്ത്രീയെ വെക്കുക, കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അപ്പോൾ അതല്ല, അത് എബിലിറ്റിക്ക് അനുസരിച്ചല്ലേ അത്തരം ഒരു കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടായി വരുന്നത്. അല്ലല്ല, അതൊക്കെ നിയമമായി കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ ഒന്നും ചുളുവിന് നമ്മൾ ഒന്നും നേടിയെടുക്കാന്നൊന്നും വിചാരിക്കണ്ട. അത് കൊണ്ടുവരണം നിർബന്ധം. അത് അവരൊരു ബഡ്ജറ്റ് വെച്ചാൽ മതി. എനിക്ക് ഇത്രയും ബഡ്ജറ്റേ എനിക്ക് പറ്റുള്ളൂ, അതിനൊക്കെ വർക്ക് ചെയ്യാനായിട്ട്. കാരണം സിനിമയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സിസ്റ്റമാക്കിയിട്ട്, ഇതൊരു നിയമത്തിൻ്റെ ഒരു പരിധിക്കുള്ളിൽ തന്നെ ഇത് കൊണ്ടുവരണം. ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ നിങ്ങൾ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. കാരണം ഇപ്പം പണ്ടത്തെ പോലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ പാടില്ല, ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറയണം എന്നാണ് പറയുന്നത്. പണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പിന്നെ പ്രൊഡക്ഷൻ മാനേജർ, പിന്നെ അതിന് താഴെ ഒരാൾ കൂടി ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഇപ്പം ഇതുപോലെയൊക്കെ ആയി. ഇപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെയാണ് ലൈൻ പ്രൊഡ്യൂസർ. അപ്പോൾ ഏകദേശം ഈ പ്രൊഡ്യൂസറുടെ തുല്യ സ്ഥാനമാണ് അവർക്ക്. അതൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ കുറേ അധികം സ്ത്രീകൾക്ക് കുറച്ചുകൂടി സേഫായിട്ട്, വിശ്വാസത്തോടു കൂടി, ധൈര്യമായിട്ട് ഒരു പടത്തിൻ്റെ ഓഡിഷന് വിളിച്ചാൽ പോലും ഇനി അവിടെ പോയാൽ തന്നെ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ തന്നെ അവരെ ഓഡിഷന് വിധേയരാക്കണം. അല്ലാതെ പുരുഷന്മാർ മാത്രം ഒരു മുറിക്കുള്ളിൽ അത്തരം കാര്യങ്ങളെല്ലാം, ഇതെല്ലാം നമ്മൾ ഒരു കണ്ടീഷൻ വെക്കണം. അതിനാണ് WCC അതിനു വേണ്ടിയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവർ അതെല്ലാം ഈ കോൺക്ലേവിൽ അവർ ഉൾപ്പെടുത്തണം. ഒരുപക്ഷെ ഞാനിപ്പോൾ പറയുമ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമായിരിക്കും, പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് ഇതൊരു പെർഫെക്ഷനിലേക്ക്. അത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ചരിത്രമായിരിക്കും. കേരളത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് സിനിമ ലോകം പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരണം. പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയുന്ന, എപ്പോഴും ഞാൻ പറയുന്ന, ഏതെങ്കിലും പത്രത്തിൽ നടിമാരെ ആവശ്യമുണ്ട്, ഇന്ന ലോഡ്ജിലേക്ക് വരുമെന്നാണ്, പോകരുത്. പറഞ്ഞാൽ കേൾക്കില്ല. എന്തെങ്കിലുമൊക്കെ അവിടെ ചെന്ന് പല രീതിയിലും സാമ്പത്തിക ചൂഷണം, ശാരീരിക ചൂഷണം, ഇതൊക്കെ ഇത് പെൺകുട്ടിക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് ചാനൽ ചർച്ചയിലൊക്കെ ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് എന്തോ സംസാരിച്ചിരുന്നു. ഏതോ ഒരു ഓണം കയറാൻ മൂലയിൽ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവസാനം വേറെ മറ്റേ മോശം സിനിമയായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തത് എന്നൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിത് ഏതാന്ന് അന്വേഷിക്കാതെയാണോ പോകുന്നത്? അപ്പം അവസരം കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ അടിച്ചു പിടിച്ചു ഓടാതെ അന്വേഷിക്കുക. ഏതെങ്കിലും ഇത്തിരി പരിചയമുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളുടെ നമ്പർ സംഘടിപ്പിച്ചു തരും, എനിക്ക് അവരോട് ചോദിക്കണം. സംഘടനാപരമായി ചോദിക്കാം, അല്ല ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാം. സ്ത്രീകളോടും പുരുഷന്മാർക്ക് പുരുഷന്മാരും ഇങ്ങനെ ശരിയാണോ, ഇത് നല്ല പ്രൊഡക്ഷനാണോ, ഞാൻ അങ്ങോട്ട് പോട്ടെ. കുറേ ഇത് സർക്കാർ മാത്രം വിചാരിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മളും കൂടി ചേരുമ്പോഴാണ് ഇത് ഭംഗിയാകുന്നത്. അപ്പോൾ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ നിയമം ഇവിടെ കൊണ്ടുവരാൻ മാത്രമേ പറ്റുള്ളൂ. ആ നിയമം പാലിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് പാലിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നാൽ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ കുറേ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഈ ജെന്യൂൻ ആയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഇതിനകത്തുണ്ട്, പലരും കേസിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞതുകൊണ്ടൊക്കെ ഇതിൻ്റെ ഒരു മെറിറ്റ് ഇല്ലെങ്കിൽ കേസ് കറക്റ്റായിട്ട് ജയിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളിൽ കുറേ പേരുകൾ ഇപ്പോൾ വരുമ്പോൾ കുറേ പേർക്ക് ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. ഹരിഹരൻ സാറിനെ പോലെയൊക്കെയുള്ള ഒരു പേര് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഇത് അങ്ങനെയൊക്കെ നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ട് വിചാരിക്കുന്ന പല പേരുകളും നമ്മൾ കേട്ടു. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ശരിക്കും ഇതിൻ്റെ അവസാനം എന്തായിരിക്കും, ഇതിൻ്റെ ഒരു മെറിറ്റ് എന്തായിരിക്കും, ഇതിനകത്ത് നിന്ന് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് വേണോ ഇനി അടുത്ത സ്ത്രീവിരുദ്ധത കേൾക്കാൻ? ഞാൻ പറയില്ല, ഞാൻ പറയൂല. ഇതിനൊന്ന് റൂട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മൾ. ഞാൻ പറയില്ല. ഞാൻ ആ പരിപാടി നിർത്തി, ഞാൻ പറച്ചിൽ നിർത്തി. എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. ഇത് തന്നെയാണ് ആദ്യം മുതൽ. ഇപ്പം നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് എൻ്റെ ഇതിലേക്ക് വന്നു, ഇതിൻ്റെ മെറിറ്റ് ചോദ്യം ചെയ്യപ്പെടുന്നു.
അപ്പോൾ ആരാണ് അതിന് ഉത്തരവാദി? നമുക്കറിയില്ല ഇത് സംഭവിച്ചതാണോ, ഇത് ഇവർ ഉണ്ടാക്കിയ, ഇതൊന്നും നമുക്കറിയില്ല. എന്തുകൊണ്ട്? വർഷങ്ങളുടെ പഴക്കം കൊണ്ട്. ഇനി ഇതിൽ എത്ര പേർ കോടതി വരെ എത്തുമെന്ന് പോലും നമുക്കറിയില്ല. കോടതിയിലെത്തിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏതെങ്കിലും പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കോടതിക്കകത്ത് പെണ്ണ് നിന്ന് അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവളെ രക്ഷിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ അതിജീവിതയുടെ വിഷയം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. കരഞ്ഞു പോകും നമ്മൾ സ്ത്രീകൾ അവിടെ ചെന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. അവിടെ വരെ എത്താതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടത്. നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. കോടതിയിൽ അപ്പൊ പിന്നെ ഇതിന്റെ ഇത് എങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കരുത്. അത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇതേ ഉള്ളൂ ഉത്തരം. അവിടെ വരെ എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ? നമ്മുടെ സംവിധാനങ്ങൾ തന്നെ നമ്മൾ പുതുക്കപ്പെടണം. സംവിധാനങ്ങൾ പുതുക്കപ്പെടുമ്പോൾ ആ പുതുക്കപ്പെട്ട സംവിധാനത്തിനോടൊപ്പം ഞാൻ നിൽക്കണം. ഞാൻ വേറൊരു വഴി കൂടെ പുറകെ കൂടെ കയറാൻ നോക്കരുത്. എനിക്കൊരു പാത വെട്ടി തന്നിട്ടുണ്ട്. ഞാൻ ഈ പാതയിൽ കൂടി തന്നെ ഞാൻ അവിടേക്ക് എത്തണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതാണെങ്കിൽ പെണ്ണാണെങ്കിലും. ഇവിടെ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ലൈംഗികപരമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എല്ലായിടങ്ങളിലും. അതുപോലെ ഇവിടെയും സംഭവിക്കുന്നുണ്ട്. പിന്നെ അവരാരും പുറത്തു വരുന്നില്ല. സ്ത്രീകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരേ ഒരു പയ്യനാണ് ഇപ്പോൾ പുറത്തു വന്നത്. ആ ഒരു പയ്യൻ്റെ കാര്യം മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടുള്ളൂ. നമുക്കറിയാവുന്ന ആളുകളുണ്ട്. ഇപ്പം ഹരിഹരൻ സാറിൻ്റെ കാര്യം ചോദിച്ചു. എനിക്ക് ഹരിഹരൻ സാറിനെ എനിക്ക് തോന്നുന്നൊരു 15-16 വയസ്സ് മുതൽ അറിയാവുന്ന ഒരു ഹരിഹരൻ സാറാണ്. ഹരിഹരൻ സാറ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇത് എന്താണിത്? ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും പോലും ഇല്ലാത്ത ഒരാൾ, ആ ആൾ എന്നെക്കുറിച്ച് മറ്റൊരു സ്ത്രീയോട് എന്തോ പറഞ്ഞു കൊടുക്കുന്നു. ആ സ്ത്രീ അതൊരു മാധ്യമത്തിൽ, ഞാൻ ആ സ്ത്രീയോട് ഡയറക്റ്റ്ലി ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ നടി ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ സംവിധായകൻ ഹരിഹരൻ സാറ് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന്. അവർ പക്ഷെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത്. അതാണ് അവർ ആദ്യമായിട്ട് അവസാനമായിട്ട് അരുൺ സാറിനെ കണ്ടത്. അതല്ലാതെ അരുൺ സാർ ആ കുട്ടിയെ കണ്ടിട്ടില്ല. പക്ഷേ ഏതോ ഒരാൾ വന്ന് പറയുന്നു ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അപ്പം അത് ഒരാളോടുള്ള പകയാണോ, ഇനി അത് സത്യമായിട്ട് നടന്ന കാര്യമാണോ, ഇതൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ നാളെ കോടതിയിൽ വരുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഇപ്പം പറയും ഒരു കേസ് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, അത് ഉടനെ കേസാക്കാം, കേസാക്കാം, FIR ഇടാം, എല്ലാം ഉടനെ ജാമ്യം കിട്ടും. എന്നിട്ട് പിന്നെ വർഷങ്ങളോളം ഈ കേസ് കുറേ കഴിയുമ്പോൾ ഈ എനിക്ക് ആ വാക്ക് പറയുന്നതേ ഇഷ്ടമല്ല, ഇര എന്ന് പറയുന്നത്, വിക്ടിം, ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് വിക്ടിമാണ്. നമ്മളെപ്പോഴും പറയില്ലേ, വാദിയാണ് ഏറ്റവും അധികം കോടതിയിൽ ബാധിക്കപ്പെടുന്നത്. പ്രതികൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും വർഷങ്ങളായി ഇന്നും നമ്മളിങ്ങനെ ഭയം എന്നും അല്ലെങ്കിൽ ട്രോമ എന്നും അല്ലെങ്കിൽ എനിക്കിത് പറ്റിയില്ല, എനിക്കത് അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും ഒരു പവർ, ഒരു എംപവേർഡ് ആയാൽ സന്തോഷം. ആ ഒരു കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടല്ലോ എന്നായിരിക്കും എൻ്റെ സന്തോഷം. അത് നമ്മൾ ഓരോരുത്തരും ഓരോ കുട്ടിക്കും ഇതുപോലുള്ള ഘട്ടങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവർ തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് ആ ധൈര്യം, എനിക്ക് എവിടുന്നാ ധൈര്യം ഉണ്ടായത്? അച്ഛനും അമ്മയും സഹോദരനും ആരും ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നില്ലേ ഞാൻ? ആര് തന്ന ധൈര്യമാണ്? എനിക്ക് ആരും തന്ന ധൈര്യമല്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് നാളെ ഒരു കാലത്ത് മലർന്നു കിടന്ന് കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊരു അഭിമാനം തോന്നണം. അത് ഓരോ ചെറിയ കുട്ടികളോട് സ്കൂൾ മുതൽ തന്നെ ഞാനിപ്പോൾ ഓരോ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ എംപവേർഡ് ആകണം, നിങ്ങളുടെ ലക്ഷ്യം വിദ്യാഭ്യാസമായിരിക്കണം, നിങ്ങളുടെ ലക്ഷ്യം തൊഴിലായിരിക്കണം. അതല്ലാതെ മറ്റ് എന്തെല്ലാം തരത്തിലുള്ള ആളുകൾ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും അതിനു മുമ്പിൽ നിങ്ങൾ വഴങ്ങിക്കൊടുക്കരുത്. ഇതൊക്കെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സിനിമയ്ക്കകത്ത് ഈ പറയുന്ന മാതിരി ഈ നല്ല വെളിച്ചത്തിൽ ഈയാമ്പാറ്റകളെ മാതിരി വന്ന് വീഴുന്ന കുറേ കുട്ടികളുണ്ട്. അത് വരാൻ പാടില്ല. വെളിച്ചത്തെ നോക്കി അങ്ങനെ ഒരു പ്രാളത്തിൽ പോകരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ഇതൊരു ഗ്ലാമർ ഫീൽഡ് തന്നെയാണ്.
ഇവിടെ എന്തൊക്കെ നമ്മൾ ഗ്ലാമർ നോക്കി വന്നാലും എന്തെല്ലാം നമ്മളെ ഇനിയിപ്പോൾ എന്തെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലും കഴിവ് എന്നൊരു സാധനം ഇല്ലെങ്കിൽ ആർക്കും ഇവിടെ ശോഭിക്കാൻ സാധിക്കില്ല, ആർക്കും പറ്റില്ല. അവസാനം നമുക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു എന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മൾ നഷ്ടപ്പെടാതെ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ പോടാ എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആലോചിച്ച് ദുഃഖിക്കാനൊന്നുമില്ല. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയെ പോലെ ബോൾഡായിട്ട് നിലപാടുകൾ എടുക്കുകയും ഒപ്പം നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, സർക്കാർ അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കട്ടെ. സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു. സന്തോഷം.